അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. മഹത്തുക്കളായ സ്വഹാബത്തിന്റെ ഒരു വചനം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഞങ്ങള് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകണ്ടല്ലോ, ആ ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടാൽ പോലും വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ പരതി അത് കണ്ടെത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ആഖിറത്തിന്റെ വിഷയങ്ങൾ മാത്രമല്ല, ദുന്യവിയായ ഏതൊരു പ്രതിസന്ധികൾ നേരിട്ടാലും വിശുദ്ധ ഖുർആനിന്റെ ഹുറൂഫുകളിലേക്ക് ഞങ്ങൾ പോകും, അതിന്റെ ആയാത്തുകളിലേക്ക് ഞങ്ങൾ പോകും, അതിന്റെ സിറുകൾ മനസ്സിലാക്കി ഞങ്ങളത് പാരായണം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നതാണ് അതിന്റെ താല്പര്യം. പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരല്ലേ? കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന ആളുകളില്ലേ? ഒരു വീട് വെക്കാൻ വലിയ ആഗ്രഹത്തോടുകൂടെ വർഷങ്ങളോളമായി മുന്നോട്ട് പോകുന്ന ആളുകളില്ലേ? സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളില്ലേ? വീട്ടിൽ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന സഹോദരിമാരില്ലേ? ശാരീരികമായ വിഷമങ്ങൾ മൂലം വിവിധങ്ങളായ രോഗങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളില്ലേ? ബിസിനസ് സംബന്ധമായി വലിയ തകർച്ച നേരിട്ട് സാമ്പത്തികമായ പരാധീനതകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളില്ലേ? തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകളില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം, ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ വിശുദ്ധമായ ഖുർആനിൽ പരിഹാരമില്ലേ? ഉണ്ട് എന്നതാണ് വാസ്തവം. നമ്മൾ പല ആളുകളും ആ പ്രശ്നങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടോ, അതിനൊക്കെയുള്ള പരിഹാരമെന്ന് ചിന്തിക്കാതെ ആലോചിക്കാതെ വ്യത്യസ്തമായ മറ്റു മേഖലയിലേക്ക് തിരിയുന്നു എന്നത് മാത്രം. ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം, സൂറത്തുൽ ഫത്ഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എന്തു പ്രശ്നമാണെങ്കിലും സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ പാരായണം ചെയ്യുക, നിരന്തരമായി പാരായണം ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാറ്റിത്തരാൻ വേണ്ടി, തീർത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഉറപ്പായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും. സൂറത്തുൽ ഫത്ഹ് ഇറങ്ങിയ സാഹചര്യം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട സ്വഹാബത്ത് വർഷങ്ങൾക്ക് ശേഷം പിറന്ന നാടായ മക്കത്തുൽ മുക്കറമയിലേക്ക് ഉംറ നിർവഹിക്കാനും അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി പുറപ്പെട്ടല്ലോ. മക്കയുടെ ഏകദേശം അടുത്തെത്തിയപ്പോൾ ശത്രുക്കൾ തടഞ്ഞു. ഹുദൈബിയ സന്ധിയൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധമായ സംഭവങ്ങളാണ്. ഈ വർഷം നിങ്ങളെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല, നിങ്ങളെ ഉംറ ചെയ്യാൻ അനുവദിക്കില്ല, നിങ്ങൾ തിരിച്ചു പോകണം, അടുത്ത വർഷമേ നിങ്ങൾക്ക് മക്കയിലേക്ക് പ്രവേശനമുള്ളൂ, ഉംറ നിർവഹിക്കാൻ നിങ്ങൾ അനുവദിക്കുകയുള്ളൂ. ആ ഡിമാൻഡുകളൊക്കെ പാലിച്ചുകൊണ്ട് വിഷമത്തോടുകൂടെ സ്വഹാബത്ത് തിരിച്ചു പോകുന്നൊരു സംഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം പ്രയാസത്തോടെ വിഷമത്തോടെയാണെന്നോ സ്വഹാബത്ത് തിരിച്ചു പോകുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹ് ഇറക്കി. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ രാത്രിയിൽ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടമുള്ള, സന്തോഷം പകരുന്ന ഒരു സൂറത്താണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പിന്നീട് ഫലത്തിൽ സംഭവിച്ചത്? പിന്നീട് മക്ക ഫത്ഹ് ആകുന്നു. പ്രവേശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മക്ക പിന്നീട് മുസ്ലിമീങ്ങളുടെ അധീനതയിലേക്ക് വരുന്നു, ഇസ്ലാമിന്റെ സംരക്ഷണത്തിന്റെ കീഴിലാകുന്നു, ഇസ്ലാമിന് വലിയ വിജയങ്ങൾ പിന്നീട് ഉണ്ടാകുന്നു. ഇപ്രകാരം തന്നെയാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് സൂറത്തുൽ ഫത്ഹ് ഓതി എന്ത് പ്രശ്നമാണെങ്കിലും അതിന്റെ പരിഹാരം യജമാനനായ റബ്ബിനോട് ചോദിച്ചാൽ ആ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് തീർത്ത് പൂർണ്ണമായ ഫത്ഹ്, സന്തോഷം, ഏത് തുറക്കാത്ത വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.